എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. CPM-ൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങൾ ചികഞ്ഞുള്ള ഈ മാരത്തോൺ ചർച്ചയും അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിക്കുണ്ടായ ഒരവസ്ഥയുമാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം. ഒരു പഴയൊരു സിനിമാ ഗാനമുണ്ട്, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പം മുഖ്യമന്ത്രിയുടെ. മുഖ്യമന്ത്രി ഈ കണ്ട അർമാദിക്കൽ മുഴുവൻ അർമാദിക്കുമ്പോഴും ഈ രക്ഷാപ്രവർത്തനം നടത്തി ജനങ്ങളെ മുഴുവൻ പീഡിപ്പിക്കുമ്പോഴും ഒക്കെ കൂടെ നിന്ന് ചിരിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ആൾക്കാരെല്ലാവരും ഇപ്പം മുഖ്യമന്ത്രിയെ കുറ്റം പറയാനായിട്ട് മത്സരിക്കുകയാണ്. അന്നൊന്നും ഇവരാരും എതിർത്ത് പറഞ്ഞില്ല. ഈ എതിർക്കുന്ന ഘടകകക്ഷികളോ എതിർക്കുന്ന ജില്ലാ കമ്മിറ്റികളോ ആരും ഇത് ശരിയല്ല, ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് ആരും അന്ന് മുഖ്യമന്ത്രിയോടൊക്കെ പറയാനായിട്ടുള്ള ധൈര്യം കാണിച്ചില്ല. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഭാഗത്തു നിന്നൊരു ഒരു വിമർശനത്തിൻ്റെ തുടക്കം വന്നപ്പോഴത്തേക്കും നാനാഭാഗത്തൂടെയും പിന്നെ വിമർശനങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ്. മുഖ്യമന്ത്രി ദൈവം നൽകിയ വരദാനമാണെന്നും പൂജിക്കപ്പെടേണ്ട ദൈവവിഗ്രഹമാണെന്നും അദ്ദേഹത്തിൻ്റെ കാലടി പാടുകൾ പതിഞ്ഞ മണ്ണ് പുണ്യമാണെന്നും ഒക്കെ പറഞ്ഞ് പാടി പുകഴ്ത്തിയ ആൾക്കാർ ഇപ്പം മുഖ്യമന്ത്രി ചെളിവാരി എറിയാനായിട്ട് ബക്കറ്റിനകത്ത് വെള്ളവും കൊണ്ട് നടക്കുക, ബക്കറ്റിനകത്ത് ചെളിയും കൊണ്ട് നടക്കുക. അന്നൊക്കെ തിരുവാതിരപ്പാട്ടും പാണൻ പാട്ടുകളും അടിതൊട്ടും മുടിയോളം ഉടൽ കണ്ട് കൈതൊഴാൻ കാത്തു നിന്നവരുമൊക്കെ ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെയാണ്. മുഖ്യമന്ത്രിയുടെ കാല് കഴുകി വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞവർ വരെ ഉണ്ട്. അവരുമൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി തല്ലാനായിട്ട് വടിയും കൊണ്ട് നടക്കുകയാണ്. അതിനകത്തു നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഇപ്പോൾ ഈ ഇന്നത്തെ പത്രത്തിലൊക്കെ വന്നിരിക്കുന്ന വാർത്ത, CPM അവലോകന റിപ്പോർട്ടിൽ പരാജയം തുറന്ന് സമ്മതിക്കുന്നു. അടിത്തറ ഇളകിയ തോൽവിയാണെന്ന് അവർ സമ്മതിച്ചു. അതിനകത്ത് തമാശ എന്താണെന്ന് വെച്ചാൽ, തിരുവനന്തപുരത്താണ് BJP ഏറ്റവും കൂടിയ വളർച്ച നേടിയിരിക്കുന്നത്. വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും പാർട്ടി പത്രത്തിൻ്റെ വരിക്കാരായ പ്രദേശത്തെ ബൂത്തിൽ LDF സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്താകുന്ന സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ ആ പാർട്ടി പത്രത്തിലെ വരുന്ന നുണകളുടെ ഒരു സാങ്കത്യം നമ്മൾ നോക്കണം. ഇതിനകത്ത് വരുന്നത് പച്ച നുണയാണെന്ന് പാർട്ടിക്കാർ പോലും മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു സമ്മതപത്രത്തിൻ്റെ സാങ്കത്യം. പിന്നെ സംസ്ഥാന കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശൈലിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നെങ്കിലും സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ അത്തരം വിലയിരുത്തലൊന്നുമില്ല. എല്ലാ ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിക്കെതിരെ പരാമർശമുണ്ടായി, സംസ്ഥാന കമ്മിറ്റിയിലും പരാമർശമുണ്ടായി. ഈവൻ മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂർ ജില്ലയിൽ പോലും അങ്ങേയറ്റം വിമർശനമുണ്ടായി. പക്ഷേ സംസ്ഥാന കമ്മിറ്റി എടുത്ത റിപ്പോർട്ടിനകത്ത് ഇവയൊന്നുമില്ല, എല്ലാം ക്ലീൻ ചിറ്റാണ്. ഇതാണ് ഇവരുടെ ഒരു തമാശ എന്ന് പറയുന്നത്. ഒരുപാട് തമാശകൾ വേറെയുണ്ട്. കണ്ണൂർ ജില്ല കേരളത്തിലെ ആദ്യ മേഖലാ സമ്മേളനം, കണ്ണൂർ മേഖലാ സമ്മേളനത്തിൽ ബംഗാളും ത്രിപുരയും ഓർമ്മിപ്പിച്ച് പ്രകാശ് കാരാട്ട് സംസാരിച്ചത്. ആ യോഗത്തിൽ എം ഗോവിന്ദൻ പറഞ്ഞത് നേതാക്കൾ സ്വയം അധികാര കേന്ദ്രങ്ങളാകരുതെന്നാണ്. ഇതൊക്കെ ആരോടാണ് പറയുന്നത്? ഇവർ തന്നെയല്ലേ ഇതിനെല്ലാത്തിനും കാരണമാക്കിയിരിക്കുന്നത്. വിശേഷിച്ചൊന്നും ചെയ്യാതെ തന്നെ CPM കേന്ദ്രങ്ങളിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റത്തിൻ്റെ കാരണം മനസ്സിലാക്കണമെന്നാണ് എം ഗോവിന്ദൻ അണികളെ ഉത്ബോധിപ്പിക്കുന്നത്. അപ്പോൾ വിശേഷിച്ചൊന്നും ചെയ്യാഞ്ഞിട്ട് പോലും BJP നേട്ടമുണ്ടായെങ്കിൽ ഈ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ ജനങ്ങൾ ഏത് രീതിയിൽ ചിന്തിച്ചെന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. തെറ്റുതിരുത്തിയാൽ മാത്രം പോരാ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. തിരുത്തലിന് ഓരോ സഹാവും തയ്യാറാകണം. എന്നാൽ തിരുത്തലിന് തയ്യാറാകേണ്ടത് ഈ സഹാക്കൾ മാത്രമാണോ? അത് ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. എല്ലാവരും സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്ന് ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഈ സ്വയം വിമർശനത്തിന് മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുമോ? കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ, PK ശ്രീമതി, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന സമിതി അംഗം P ജയരാജൻ എന്നിവർ പങ്കെടുത്തു. അതായത് ഈ സമ്പൂർണ്ണ പരാജയത്തിന് ഉത്തരവാദികളായവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ നിരീക്ഷണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ
പാവപ്പെട്ട അണികളെ ഉത്ബോധിപ്പിക്കുന്നത് ഈ കാര്യം. എല്ലാത്തിനും കാരണഭൂതന്മാരാണ് ഇവന്മാരെല്ലാം. ആ അവന്മാരാണ് ഒക്കെ അണികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇതിന് മറ്റേ തോൽവിക്ക് കാരണം പഠിക്കണം, അതിനെ ഇനി തൊട്ട് നന്നായിട്ട് പെരുമാറണം, നല്ല നടപ്പ് ശീലിക്കണം എന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ കൊയിലാണ്ടി കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ കാര്യം നമ്മൾ കണ്ടു. SFI അങ്ങ് അഴിച്ചു വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാല് വെട്ടിക്കളയുമെന്നാണെന്ന് ഇപ്പം ഈ SFI നേതാവ് കൊലവിളി മുദ്രാവാക്യം നടത്തിയിരിക്കുന്നു പ്രിൻസിപ്പളിൻ്റെ. അപ്പോൾ അതുപോലെ ഇപ്പം DGPയുടെ ഒരു ഭൂമി തട്ടിപ്പ് കേസ് നമ്മൾ വായിച്ചു. അതായത് പെരുവിരൽ തൊട്ടങ്ങ് കുഞ്ചുരോമം വഴി അഴിമതിയും പിടിപ്പുകേടും ധൂർത്തും പിടിച്ചുപറിയും കൈയിട്ടുവാരലും ഒക്കെ നടക്കുവാണ്. എന്നിട്ട് ഇവർ പ്രഘോഷിക്കുന്നത് ഈ ഇതിനെപ്പറ്റിയാണ്, നല്ല നടപ്പിനെ പറ്റി. അതിനേക്കാളൊക്കെ തമാശയായിട്ടുള്ളൊരു കാര്യം, ഇന്ന് പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവനയാണ്, ഭരിക്കപ്പെടേണ്ടവരല്ല ജനമെന്ന് ഓർക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇത് ആരുടെയോ ചാരിത്ര പ്രസംഗം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കേട്ടാൽ നമുക്ക് തോന്നുന്നത്. ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടവരാണെന്ന ചിന്ത എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതായത് ഈ ഉദ്യോഗസ്ഥന്മാർ മാത്രം ഇത് വെച്ച് പുലർത്തിയാൽ മതിയോ? അധികാരികൾ ഇത് വെച്ച് പുലർത്തണ്ടേ? അവബോധവും ദുർബലരായ മനുഷ്യരോടുള്ള സഹാനുഭൂതിയും ഏത് പ്രതികൂല സാഹചര്യത്തിലും ക്രിയാത്മകമായി ഇടപെടാനുള്ള ആത്മവിശ്വാസവും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പുലർത്തണമെന്ന് മന്ത്രി പറഞ്ഞു. ഇതൊക്കെ പുലർത്തേണ്ടത് ഉദ്യോഗസ്ഥന്മാർ മാത്രം മതിയോ? ഈ ഭരണക്കാർ വേണ്ട ഇതൊന്നും? അപ്പം ഇങ്ങനെ ഈ പരസ്പര വിരുദ്ധങ്ങളായ ഉപദേശങ്ങളും ആത്മാർത്ഥതയുടെ ഒരു തരിമ്പ് പോലും ഇല്ലാത്ത ആഹ്വാനങ്ങളും എല്ലാം കൊണ്ട് നടക്കുന്നതിനിടയ്ക്ക് ആണ് ഈ വിലയിരുത്തൽ യോഗങ്ങൾ നടക്കുന്നത്. ഇപ്പം ഈ വിലയിരുത്തൽ യോഗം കഴിഞ്ഞപ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കാർട്ടൂണിനകത്ത് വരയ്ക്കുന്നത്. അത് ഇവരെ സംബന്ധിച്ച തരത്തില്ല. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവരിപ്പോഴും അവകാശപ്പെടുന്നത്. എന്നാൽ ശരിക്കും മുഖ്യമന്ത്രിയുടെ സ്ഥാനം ഇപ്പോൾ എവിടെയാണെന്ന് നമുക്ക് ഈ കാർട്ടൂണിലൂടെ വ്യക്തമാകാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ കാർട്ടൂണിലേക്ക് സ്വാഗതം.